അങ്ങനെ നീണ്ട ഇടവേളകൾക്ക് ശേഷം ശ്രീലക്ഷ്മി അറക്കൽ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ശ്രീലക്ഷ്മി അറക്കലിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. എന്നാലും ചെറിയൊരു സൂചന തരാം. 19-കാരി ജനലിലൂടെ കൊച്ചിനെ വലിച്ചെറിഞ്ഞ സംഭവത്തിലും ഓവുലേഷൻ ടൈമിൽ സ്ത്രീകൾക്ക് ആരോടും വികാരം തോന്നും എന്ന് പറഞ്ഞ കേസിലും ശ്രീലക്ഷ്മി അറക്കലിന് നമ്മെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രധാന വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് പരക്കുന്നുണ്ടല്ലോ. അതായത് ലഹരി കേസിൽ അകപ്പെടുന്ന സ്ത്രീകളുടെ ചിത്രം പങ്കുവെക്കരുതെന്ന്. പുള്ളിക്കാരിയുടെ അഭിപ്രായം സ്ത്രീയുടെയും പുരുഷന്റെയും ചിത്രം പങ്കുവെക്കരുതെന്നാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം തെറ്റ് ചെയ്യുന്നവന്റെ ചിത്രമല്ലേ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. നല്ലത് ചെയ്താൽ നല്ലത് പറയും, ചീത്തത് ചെയ്താൽ ചീത്തത് പറയും. അതായത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണമെന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. എന്തായാലും നമുക്ക് ശ്രീലക്ഷ്മി അറക്കലിന്റെ ഒപ്പീനിയൻ കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവെക്കാം. ലഹരി കേസുകളിൽ പ്രതികളായിട്ടുള്ള സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്തരുത് എന്നൊരു എക്സൈസ് വകുപ്പിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പൊ ആൾക്കാരെല്ലാം കൂടി ഇപ്പോൾ ഉടനെ ഇറങ്ങും. എന്നാൽ ആണുങ്ങളുടെയും ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും ഇറങ്ങും. കാരണം സ്ത്രീകൾക്ക് ഇത്തരം ആനുകൂല്യം കൊടുക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, കുഴപ്പമില്ല. ഇത് തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കാനായിട്ട് ഇറക്കിയേക്കുന്ന ഒരു നിയമം. അങ്ങനെ പറയൂലായിരിക്കും, എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്താത്തത് എന്ന് വിചാരിച്ച് എന്നൊക്കെ ചോദിച്ചു വരുമായിരിക്കും. ഉറപ്പായിട്ടും ചോദിക്കും. കാരണം ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളിടത്താണല്ലോ ഞാനും നിങ്ങളൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ആ ഇക്വാളിറ്റി എല്ലാ കാര്യങ്ങൾക്കും ഉറപ്പുവരുത്തണ്ടേ? എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ലഹരി കേസുകളിൽ പ്രതികളായിട്ടുള്ള ആരുടെയും ദൃശ്യങ്ങൾ പകർത്തി പുറത്തേക്ക് വിടാൻ വേണ്ടി പാടില്ല. കാരണം അങ്ങനെ ചെയ്യേണ്ടത് ഇപ്പൊ 18 വയസ്സിൽ താഴെയാണെങ്കിൽ ഓക്കെ, അവർ കുട്ടികളാണെന്ന് കരുതാം. പക്ഷെ 18 വയസ്സിൽ മേലെയുള്ളവരുടെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായം അത് കഴിയുമ്പോൾ ആയെന്നാണ് വിശ്വാസം. അത് തന്നെ കഴിയണമെന്നില്ല. ഏകദേശം ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ചിന്തിക്കാനുള്ള ബോധമൊക്കെ വരേണ്ടതാണ്. ഇപ്പോഴത്തെ തലമുറകൾക്ക് അതില്ല എന്ന് മാത്രം. ചെയ്യുമ്പോൾ അവർക്ക് വീണ്ടും ഒരു നല്ല മനുഷ്യനാവാനുള്ള, ലഹരികളിൽ നിന്ന് വിമുക്തരാവാനുള്ള ഒരു ചാൻസ് നമ്മൾ അവിടെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഉണ്ടേണ്. ഇങ്ങനെ വരുമ്പോൾ ലഹരി വ്യാപനം കൂട്ടാനേ സഹായിക്കുള്ളൂ. നമ്മളുടെ ഈ നാട്ടില് ഈ വൃത്തികെട്ട സ്ഥലത്ത് ഒരാൾ ഒരു ദിവസം കഞ്ചാവ് അടിച്ചാൽ ലോകം അവസാനിക്കുന്നവരെ അവൻ കഞ്ചാവാണ്. ഒരാള് അത് ജനങ്ങൾ അങ്ങനെ പറയുള്ളൂ. കാരണം ഒരിക്കൽ നമ്മൾ തെറ്റ് ചെയ്താൽ അത് നമ്മുടെ മരണാവസാനം വരെ പിന്തുടരും. പിന്നെ അതിൽ നിന്ന് ചെറിയ മുക്തി ലഭിക്കണമെങ്കിൽ നമ്മൾ നാടിന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ അത് മാറിക്കിട്ടുമായിരിക്കും. നല്ല സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ ജീവിതാവസാനം വരെ അവന്റെ ആ ചാപ്പ് കുത്തി അങ്ങനെയാണ് ഇവിടെ. അതുകൊണ്ട് ഒരാളിപ്പം 5 പേര് ലഹരിയെ പിടികൂടിയിട്ട് ചിലപ്പോൾ 3 പേര് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവുള്ളൂ, 2 പേര് ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കില്ല. പക്ഷെ അവരുടെ ഫോട്ടോ പ്രിന്റ് ചെയ്ത് തരുന്നത് അതിന് 5 പേർ ഒരുമിച്ചായിരിക്കും. അപ്പം ആ 2 പേരുടെ ഒന്നും ചെയ്യാത്ത 2 പേരെ ജീവിക്കാനുള്ള അവകാശം നമ്മളിവിടെ നിഷേധിക്കപ്പെടുവാണ്. കാരണം നാട്ടുകാരെ വീട്ടുകാരെ മൊത്തം മുന്നിൽ അവനൊരു കഞ്ചാവുകാരനായി. ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതുകൊണ്ട് അതിൽ കയറി പിടിച്ച് പറയേണ്ട കാര്യമില്ല. ജോലി കിട്ടത്തില്ല, അവനൊരു ഒന്നും കിട്ടത്തില്ല, ഒരു റിലേഷൻഷിപ്പ് സെറ്റ് ആവത്തില്ല. എപ്പോഴും അവൻ കഞ്ചാവുകാരൻ തന്നെയായിരിക്കും ജീവിത അവസാനം വരെ. അതുകൊണ്ട് ലഹരി കേസിൽ ഉൾപ്പെട്ട ആരുടെയും മുഖം പബ്ലിക്കാക്കിയിട്ട് പുറത്തേക്ക് വിടരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവരെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ വല്ല ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ ഇങ്ങനെ ചെയ്തു എന്നുകൊണ്ട് മാത്രം അവർ നന്നാകാൻ പോണില്ല. കാരണം ഒരിക്കൽ പിടിച്ചിട്ട് പുറത്ത് വന്നില്ലല്ലോ എന്ന് വരുമ്പോൾ ഇതിങ്ങനെ പൊക്കോളും എന്നൊരു ചിന്താഗതി ആണായാലും പെണ്ണായാലും കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ എന്താ, കൊച്ചു കുട്ടികൾ തൊട്ട് ലഹരി പോലുള്ള പദാർത്ഥങ്ങളിൽ അടിമപ്പെടും. അതാണ് സത്യാവസ്ഥ. ഡീടോക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വളരെ വലിയൊരു കാര്യം. അതിന് അവര് നേരെ വന്നാൽ ഇവിടുത്തെ സമൂഹം സമ്മതിക്കാന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് ഇതുപോലുള്ള ഫോട്ടോ എടുത്തിടുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാണ്. പിന്നെ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ സ്ത്രീകള് ഓൾറെഡി ഇവിടെ ഒരു കുറ്റവും ചെയ്യാൻ പാടില്ല. സ്ത്രീകളെന്ന് പറയുമ്പോൾ എല്ലാ സ്വഭാവികള് അങ്ങനെ ഒരു ചാപ്പയുണ്ട്. അതായത് അങ്ങനെ ഒരു ചാപ്പേ ഇല്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറ്റങ്ങൾ എല്ലാ ജനറിൽപ്പെട്ട ആളുകളും ചെയ്യും. ഓക്കെ, അപ്പൊ സ്ത്രീകൾക്ക് ഇവിടെ ഒരു പരിശുദ്ധത, പവിത്രത, അമ്മ, തേങ്ങ, നന്മ ഇതൊക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സ്ത്രീകൾ കുറ്റം ചെയ്യുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ട് വരാറുണ്ട്.
പിന്നെ അതിന്റെ ഉത്തരവാദിത്വം സ്ത്രീകൾ കുറ്റം ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ബാക്കി എല്ലാ സ്ത്രീകളും പറയണം, അക്കൗണ്ടബിൾ ആവണം, ബാക്കി ഫെമിനിസ്റ്റുകളെല്ലാം അതിന് അക്കൗണ്ടബിൾ ആവണം എന്നുള്ളൊരു നറേറ്റീവ് ഒക്കെ ഉണ്ടായി വരാറുണ്ട്. അപ്പം സ്ത്രീകള് ലഹരിമാതിരുന്ന കേസിൽ പിടിക്കപ്പെടുമ്പം അവർക്ക് കൂടുതൽ ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അങ്ങ് നഷ്ടപ്പെടുവാണ്. അവർ കൂടുതൽ ആണിനായാലും പെണ്ണിനായാലും ഒരേപോലെ തന്നെയാണ് ഇങ്ങനത്തെ കേസുകളിൽ അകപ്പെട്ട ജീവിക്കാൻ പറ്റാത്തത്. വൾണറബിൾ ആണ് ഈ സൊസൈറ്റിയിൽ. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയത്. പക്ഷെ ഒരു ഐഡിയൽ സൊസൈറ്റിയിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീകളുടെ മാത്രമല്ല ആരുടെയും ഫോട്ടോ പുറത്തുവിടാൻ വേണ്ടി പാടില്ല. കേട്ടില്ലേ ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നത് എന്താണ്? ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും ഇത്തരം കേസുകളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ചിത്രം പങ്കുവയ്ക്കരുതെന്ന്. അങ്ങനെ ചെയ്താൽ സ്ത്രീകൾക്കിടയിലാണെങ്കിലും പുരുഷന്മാർക്കിടയിലാണെങ്കിലും ലഹരി വ്യാപനം കൂടാനും ലഹരി കച്ചവടം നടത്താനും ഉള്ളൊരു കവചമായി മാറും എന്നതാണ് സത്യാവസ്ഥ. പിന്നെ നിങ്ങളൊരു പോയിന്റ് പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ ചിത്രങ്ങൾ പങ്കുവച്ചാൽ അവർക്ക് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുമെന്ന്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ കേസുകളിൽ ചെന്ന് ചാടുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കാലോ, ഇങ്ങനെയൊക്കെ അകപ്പെട്ടു പോയാൽ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ എന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്നൊക്കെ സ്വയമേ ചിന്തിച്ച് ഇത്തരം കേസുകളിൽ നിന്ന് അകന്നു നിൽക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ലഹരിയിൽ അകപ്പെടുന്ന 90% ആളുകൾക്കും മറ്റുള്ളവരോട് കമ്മിറ്റ്മെന്റ് കുറവാണ്. അതായത് കാശ് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടെ മാത്രമാണ് അവർ ഈ ഫീൽഡിൽ ഇറങ്ങി തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് യുവതലമുറകളെ അത് നശിപ്പിക്കും എന്നതാണ് സത്യാവസ്ഥ. നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കുട്ടികളുടെ കേസിലാണെങ്കിൽ കുഴപ്പമില്ല. അതായത് നിയമത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞ മൈനർ 18 വയസ്സിൽ മേലോട്ടുള്ളവരുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാതിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അവർ തെറ്റ് ചെയ്തിട്ടാണല്ലോ അവരുടെ ചിത്രം അത്തരം രീതിയിൽ വരുന്നത്. ഇവരെ തെറ്റും ശരിയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതായത് ഏകദേശം 18 വയസ്സെന്ന് പറയുമ്പോൾ കുടുംബത്തിന്റെ പ്രാരാബ്ദം മനസ്സിലാക്കി ജീവിക്കേണ്ട വ്യക്തിയാണ്. എന്നിട്ടും ഇങ്ങനത്തെ തരികിടകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവനൊക്കെ തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം. പിന്നെ ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ലഹരി ഉപയോഗിക്കാത്തവരും ഇത്തരം കേസുകളിൽ പെടാറുണ്ടെന്ന്. അതിനൊരു ഉദാഹരണവും പറഞ്ഞ്, അതായത് കോളേജ് തലങ്ങളിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകുമല്ലോ, അതിൽ തന്നെ ഉപയോഗിക്കുന്നവരും കാണും ഉപയോഗിക്കാത്തവരും കാണും. ഈ ഉപയോഗിക്കാത്തവർക്ക് തന്നെ ഉപയോഗിക്കുന്നവർ കൂട്ടുകാരായിട്ടും കാണും. ഈ ലഹരി ഉപയോഗിക്കുന്നു എന്നൊരു കാരണം കൊണ്ട് അവർക്ക് ഫ്രണ്ട്ഷിപ്പ് കട്ടാക്കാൻ കഴിയില്ലല്ലോ. എന്തെങ്കിലും പരിപാടികളിലൊക്കെ വരുമ്പോൾ ഇവരെല്ലാരും കൂടി ഒത്തുചേർന്ന് സന്തോഷം പങ്കുവയ്ക്കുമല്ലോ. ഒരുത്തനെങ്കിലും ലഹരി കേസിൽ പിടിച്ചാൽ ബാക്കിയുള്ളവരെയും പിടിക്കുമെന്നാണ് ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞത്. അത് സത്യമായൊരു കാര്യം തന്നെയാണ്. പക്ഷെ വ്യക്തിമായൊരു വ്യക്തി ലഹരി ഉപയോഗിക്കാറില്ല എന്ന് വാദിച്ചാൽ അവരുടെ രക്തമൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. ഇത്തരം കേസുകളിൽ കോടതി തന്നെ ഉത്തരവിറക്കാറുണ്ട്. അതായത് ഇന്ന വ്യക്തി പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഒരു വ്യക്തി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന്. ഇച്ചിരി കൂടി ആലങ്കാരികമായിട്ട് പറഞ്ഞ 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് നമ്മുടെ പഴമക്കാർ പണ്ടേ പറയാറുണ്ടല്ലോ. അത് തന്നെ. എന്തായാലും പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ഫോട്ടോ പങ്കുവെക്കരുത് എന്നൊരു കാരണം കൊണ്ട് മാത്രം ഒരു വ്യക്തി നന്നാകാൻ പോകുന്നില്ല. ചിലപ്പോൾ വല്ല 1% വല്ല മാറ്റം ഉണ്ടായാലുണ്ടായി. ഇത്തരം കേസുകളിൽ 50% പോലും ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. അതങ്ങനെ. കാരണം ഈ കേസുകളിൽ അഡിക്ഷൻ വന്നാലും കൂടാതെ ഇതിൽ നിന്ന് ഒരുപാട് പണം ലഭിക്കാൻ തുടങ്ങിയാലും ഒരു വ്യക്തി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ഇങ്ങനെ ചിന്തിക്കും ചിലപ്പോൾ, ചീത്തപ്പേര് വന്നാൽ എന്താ, ഒരുപാട് സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെന്ന്. അത് 100% റിയാലിറ്റി ആയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.